അപ്പൊ ഡേ 1 കോപ്പൻഹേഗൻ അലഞ്ഞു തിരിഞ്ഞ് നടത്തും. അപ്പൊ നമ്മൾ ആദ്യം പോയത് ക്രിസ്റ്റൻബർഗ് പാലസിലേക്കായിരുന്നു. എൻട്രി ഫീ ഉണ്ടായിരുന്നോണ്ട് ഞാൻ അകത്ത് കയറിയില്ല. പിന്നെ ഫ്രീ ആയിട്ട് പാലസ് കാണിക്കാൻ രാജാവിന്റെ ബന്ധുവൊന്നും അല്ലല്ലോ. പക്ഷെ പാലസ് ചാപ്പൽ ഫ്രീ എൻട്രി ആയിരുന്നു. പക്ഷെ ഞാൻ പോയ സമയത്ത് അവിടെ ഒരു വെഡിങ് നടക്കുമായിരുന്നേ. എനിക്കാണെങ്കിൽ ഈ വിളിക്കുന്ന കല്യാണത്തിന് പോകാൻ തന്നെ മടിയ. അപ്പോഴാണ് വിളിക്കാത്ത കല്യാണം. പിന്നെ ഇവിടുത്തെ കല്യാണത്തിനൊന്നും ഫുഡില്ലല്ലോ. പിന്നെ ഞാൻ എന്തിന് പോണം? ചുരുക്കം പറഞ്ഞാൽ പാലസ് ചാപ്പല് കാണാൻ പറ്റിയില്ല. സോ നടക്കുന്ന വഴിയിൽ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് മ്യൂസിയം കണ്ടു. റെക്കോർഡ് ബ്രേക്കിംഗ് അച്ചീവ്മെന്റ്സ് ഉള്ള കാര്യങ്ങളെ പറ്റിയുള്ള മ്യൂസിയം ഇത്. അതിപ്പോ മനുഷ്യരെ പറ്റി തന്നെ ആണോ എന്നില്ല, അതെന്തുമാകാം. ഫോർ എക്സാമ്പിൾ ലാർജസ്റ്റ് പംകിൻ, മോസ്റ്റ് പീപ്പിൾ ഫിറ്റ് ഇൻ ടു എ ടെലിഫോൺ ബൂത്ത്, അങ്ങനെയൊക്കെ. ഈ പിസ്സ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം. ഈ ഡെൻമാർക്കിൽ സൈക്ലിംഗ് ഒരു ഡെയിലി ലൈഫിന്റെ ഭാഗമാണ്. എവറി ഡേ കമ്മ്യൂട്ടിന് സൈക്കിൾ യൂസ് ചെയ്യുന്ന മനുഷ്യരാണ് ഭൂരിഭാഗവും. അതുകൊണ്ടെന്താ, പൊല്യൂഷൻ കുറവ്, ട്രാഫിക് കുറവ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ നടക്കും. ഇതിപ്പം ഞാൻ പറയാൻ കാരണം, പണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യാൻ നേരം സൈക്കിളിൽ പോയിരുന്ന എന്നെ ആൾക്കാർ കളിയാക്കുമായിരുന്നു, പുച്ഛിക്കുമായിരുന്നു. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, സൈക്കിളിൽ ഒരാൾ ജോലിക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഒരാളെ കളിയാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവരവർക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്ത് ജീവിക്കട്ടോ. അപ്പൊ ആ വിശേഷം അത്രയേ ഉള്ളൂ. ദിസ് ഇസ് ഇൻസോംനിയ.